അപ്പതേ ചോറിനാൻ വന്നപ്പോൾ ഉണ്ടല്ല നമ്മുടെ മീൻചട്ടി ഏകദേശം കാലിയായിട്ടിരിക്കുന്നുണ്ട്. ഏകദേശം ചോറിനേണ്ട സമയമായി. മമ്മി ഇത് അവിടെ പപ്പടം കാഴ്ചണ്ട് കേട്ടാ. നമുക്ക് ഇതിനകത്ത് ഒരു വെറൈറ്റി പടച്ചാലോ? അതിലേക്ക് നമുക്കേ കുറച്ച് ചോറിടല്ലേ. മമ്മി ഒരു പപ്പടം തന്നേ മമ്മിയെ. അപ്പം എൻ്റെ കൂടെ കൂട്ടാരാന്നറിയോ ഉള്ളത്? ഇതേ ഈ സാധനം ഉള്ളത് ഇവിടെ പൊന്നി. പിന്നെ ഇത് നല്ല തക്കാളിയും പരിപ്പും കൂടി ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് ലൈറ്റാക്കി വെച്ചതാട്ടോ അതൊക്കെ. അപ്പോൾ അതേ അതും ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിട്ടൊക്കെയാണ് ഉള്ളതെന്ന് തപ്പി നോക്കാം. പിന്നെ ഇതേ രാവിലത്തെ അപ്പത്തിനുണ്ടാക്കിയ ഒരു മുട്ട ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടി എന്താക്കും എന്തോ. തുടങ്ങിയ അപ്പം ഇത് നല്ല എന്താ പറയുക ചൂടൻ ചോറ് മീൻകറിയിലിട്ടിട്ട് ഇന്നത്തെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരിയോടെ കറികളൊക്കെ ഉണ്ട്. നമ്മളത് എന്താ എടുക്കാഞ്ഞെന്ന് വെച്ചാൽ എല്ലാം കൂടി ആയാൽ പറ്റില്ലല്ലോ. ഞാനും ഇവളും മാത്രമേ കഴിക്കണുള്ളൂ അത്. അപ്പോൾ നമുക്ക് കഴിച്ച് വയ്ക്കാമല്ലോ. ഒരു വൈബല്ലേ അല്ലേ മീൻകറിയുടെ ചട്ടിയിലിട്ടിട്ട് ഇളക്കി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടി ഇളക്കാട്ടോ. എനിക്കങ്ങനെ കൂട്ടി ഇളക്കിയൊന്നും കഴിച്ചൊന്നും ശീലമില്ല. പക്ഷെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ദേ ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്, ഒരു മീനിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. കറിയൊക്കെ കൂടി കൂട്ടി ഇളക്കി ഒരു ലക്ഷം പപ്പടം എടുക്കാം അല്ലേ. എടുത്തിട്ട് ദേ പറ എങ്ങനെയുണ്ട്? അടിപൊളിയാടാ? എന്തെങ്കിലും പറ, 2 വാക്ക് ചട്ടിച്ചോറിനെ കുറിച്ച്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക്. കറികളൊക്കെ ഇതിൽ കൂടുതലൊക്കെ എടുക്കണമെങ്കിലൊക്കെ എടുക്കാം. നമ്മൾ പക്ഷേ ഇത് വെച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ചട്ടിയിലിട്ടൊക്കെ അങ്ങനെയൊക്കെ തിന്നണവരൊക്കെയാണെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ കഴിക്കാറില്ല. പെട്ടെന്ന് കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.